കേരളത്തെയാകെ ഞെട്ടിച്ച കരിപ്പൂർ വിമാനാപകടം നടന്നിട്ട് ഇന്നേക്ക് 5 വർഷം. റൺവേയിൽ നിന്ന് 30 അടി ആഴ്ചയിലേക്ക് വീണ് രണ്ടായി പിളർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ 21 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. കൊറോണ ഭീതി നിറഞ്ഞു നിന്ന കാലത്താണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ദുരന്തം. ദുബായിൽ നിന്ന് കോഴിക്കോട് ലാൻഡ് ചെയ്ത എയർ ഇന്ത്യയുടെ ബോയിങ് 7378 HG വിമാനത്തെ പൈലറ്റിന് റൺവേയിൽ പിടിച്ചു നിർത്താനായില്ല. കോഴിക്കോട് എയർപോർട്ടിലെ ടേബിൾ ടോപ്പ് റൺവേ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. നിരപ്പുള്ള പ്രദേശത്തു നിന്ന് റൺവേ ഉയർന്നു നിൽക്കുന്നതിനാലാണ് ടേബിൾ ടോപ്പ് എന്ന് വിളിക്കുന്നത്. റൺവേ അവസാനിക്കുന്ന സ്ഥലത്ത് വിമാനം നിർത്താൻ സാധിക്കാതെ വന്നതോടെ 30 അടി താഴ്ചയിലേക്ക് വിമാനം പതിച്ചു. തകർച്ചയിൽ വിമാനം 2 കഷണങ്ങളായി. 191 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പൈലറ്റ് വിംഗ് കമാൻഡർ ക്യാപ്റ്റൻ ദീപക് വസന്ത് സാഠയും കോ പൈലറ്റ് അഖിലേഷ് കുമാറും ഉൾപ്പെടെ 18 പേരാണ് അപകടത്തിൽ മരിച്ചത്. മോശം കാലാവസ്ഥ കാരണം റൺവേ കൃത്യമായി കാണാൻ സാധിക്കാത്തതും അപകടത്തിന് കാരണമായി. കോവിഡ് കാലത്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ സർക്കാർ ആവിഷ്കരിച്ച വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബായിൽ നിന്നെത്തിയ വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞ പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം ഓടിയെത്തിയത്. വാട്സപ്പ് വഴി വിവരം പ്രചരിച്ചതോടെ 100 കണക്കിന് ആളുകൾ സംഭവസ്ഥലത്തെത്തി. ശേഷം പോലീസും അഗ്നിരക്ഷാസേനയും NDRFും രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു. ലാൻഡിംഗ് സമയത്ത് ആദ്യ ടയർ പതിക്കേണ്ട ടച്ച് ഡൗൺ സോണും കഴിഞ്ഞ് റൺവേയുടെ പകുതി ഭാഗത്താണ് വിമാനം ഇറങ്ങിയത്. ഇതുകാരണമാണ് വിമാനം റൺവേയും കടന്ന് പുറത്തേക്ക് പോയതെന്നാണ് പിന്നീട് നടന്ന അന്വേഷണത്തിൽ വ്യക്തമായത്. റിസർച്ച് ഡെസ്ക് 24.